വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ലത്രേ. നമ്മുടെ കേന്ദ്ര സർക്കാർ ഇന്ന് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. എന്താണെന്നറിയാമോ? മരിച്ചുപോയത് പശുക്കളും അതുപോലെ തന്നെ ഒഴുകിപ്പോയത് പശുത്തൊഴുത്തൊന്നും അല്ലല്ലോ. മരിച്ചുപോയത് സാധാരണ ജനങ്ങൾ, അതുപോലെ തന്നെ ഒഴുകിപ്പോയത് അവരുടെ ചെറിയ ചെറിയ വീടുകൾ. പശുക്കളും അതുപോലെ തന്നെ തൊഴുത്തൊക്കെ ആയിരുന്നേൽ അവരത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ട് അതിനുള്ള നഷ്ടപരിഹാരമൊക്കെ ആളുകൾക്ക് കൊടുത്തേനെ. പക്ഷേ എൻ്റെ സംശയം ഇതാണ്, പിന്നെ ഒരാൾ എന്തിനാണ് ഒരു ദിവസം മുഴുവൻ അതിലേക്കൂടെ ഓടി നടന്ന് ഹെലികോപ്റ്ററിലും കയറി പ്ലെയിനിലും കയറി വണ്ടിയിലും കയറി നടന്ന് ഈ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തത്? അത് നാട്ടുകാരെ കാണിക്കാനല്ലായിരുന്നോ? അത് മാത്രമല്ല, അതിനകത്ത് ഏറ്റവും രസമെന്ന് പറഞ്ഞത്, ഇവരിപ്പോൾ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കത്തില്ലെന്ന് പറഞ്ഞ ഈ ഡേറ്റാണ് ഏറ്റവും വലിയ കോമഡി. ഡേറ്റ് എന്താണെന്നറിയാമോ? ഇന്നലെ നമ്മുടെ വയനാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ പിറ്റേ ദിവസം. കാരണം ഇന്നലെ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ആ കിട്ടാനുള്ള ഒരു 10 വോട്ടുണ്ടല്ലോ, അതുകൂടി ഇല്ലാതായിപ്പോയി. അതിന് വളരെ വിദഗ്ധമായിട്ട് അവർ ഇന്ന് പ്രഖ്യാപിച്ചേക്കുവാണ് നമ്മുടെ വയനാട് ദുരന്തം ദേശീയ ദുരന്തമല്ലെന്ന് പറഞ്ഞിട്ട്.